രസമൊക്കെ വേണ്ടടോ. താനൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം തീർത്തേക്കാം. തണുത്ത വെള്ളം ഇങ്ങോട്ട് എടുക്കുക. താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ. അതിപ്പോ തിരുമേനി വഴി കിടന്നാലും ഞാൻ കൂടെ നിൽക്കണ്ടേ? തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു. ആള് മാറി കുത്തിയതാന്ന്. തമിഴ്നാട്ടുകാരോ? തന്നോട് ആരാ പറഞ്ഞ ഈ വെട്ടിത്തം? കടയിൽ പലരും പറയണ കേട്ടതാ. ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച. താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ചെറുക്കൻ ലിസ്റ്റിലില്ലായിരുന്നു. അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. താനിത് എവിടേക്കാ പോണേ? ചൂല എടുത്തിട്ട് വരട്ടെ, തൂത്തു വരാൻ. ആ വേഗം വരണം. ആന്റണി? അതെ. എന്താ? എന്നെ ഓർമ്മയുണ്ടാവില്ല. ഇരുട്ടിന്റെ മിന്നായത്തില് ശരിക്കും കണ്ടു കാണില്ല. ആരടാ നീ? പറഞ്ഞാൽ ഓർക്കും. ഒരു ഗോവിന്ദൻകുട്ടി, പാവം ഗോവിന്ദൻകുട്ടി. നീ എന്റെ ഉണ്ണി. പുത്തമ്പൊരിക്കലെ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ, കാശ് തന്നിട്ടാ ഞാൻ. ഗോവിന്ദൻകുട്ടി, ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയേ. നടക്കടാ. കേസ് നടക്കും. എത്ര വേണമെങ്കിലും മുടക്കാൻ പെരിയോർ തയ്യാറാണ്. എന്നാലും പ്രമാണിമാര് എങ്ങനെയും തലവരും. വാടകയ്ക്കെടുത്തവർക്ക് ശിക്ഷയും കിട്ടും. എന്നിട്ടെന്താ, അതൊന്നും പോയവർക്ക് പകരമാവില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഉണ്ണിയുടെ കാര്യമൊന്നും പറയണ്ട എന്ന് മനസ്സിൽ കരുതും. പക്ഷെ എവിടെ തുടങ്ങിയാലും ഒടുക്കം ചെന്നത്ത് അവിടെ തന്നെ. ഈ മരുന്നും കഷായം കൊണ്ട് മാത്രമാവില്ല. നാളെ കൊണ്ടും കുറവ് കണ്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ? മരുന്നുകൊണ്ട് മാറും ഇതൊക്കെ? അതിനാദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് മാറുക. കുറച്ചാൾ എൻ്റെ അവിടെ വന്ന് നിൽക്കാം. ഇന്ന് കാലത്തൂടെ അമ്മ പറഞ്ഞു. ഞാനിവിടെ ഇങ്ങനെ ചാവാണ്ടി കിടക്കണതുകൊണ്ടാ ആകെയുള്ള ഈ മുതൽ കൊത്തിപ്പറിക്കാൻ അവന്മാർ വരാത്തത്. ഞാൻ ഉമ്മറത്തുണ്ടാവും, ഉറങ്ങാൻ നോക്കും. അമ്മ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ? അമ്മയ്ക്ക് അതൊക്കെ ശീലമാണ്. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ഇപ്പൊ നോക്കൂ. എന്താണെന്നോ അല്ലേടി? ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയുടെ കിടപ്പുറിയിൽ നഷ്ടാപ്പാതിലേക്ക് കിടന്നൊരു നിനക്ക് എന്താ കാര്യം? അടിയും പിടിയൊന്നും വേണ്ട. ഇയാളുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? ജാരസംസർഗം, അതിന് വകുപ്പുണ്ട്. ഇറങ്ങണം. ഞാൻ മാത്രം വന്നാ പോരെ? പോരാ, അവരും വരണം. അവർക്ക് തീരെ സുഖമില്ല. ഓ, അവളുടെ അസുഖം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ടി കഴിവോട് മര്യാദ ചോദിക്കാൻ പറ. നിങ്ങൾ ഇരിക്കാൻ നോക്കില്ല. ഒന്നും മിണ്ടാതെ പോടോ. രാത്രിയാണ്, നല്ല മഴക്കോളുണ്ട്. നിന്ന് തിരിയാതെ ഇറങ്ങാൻ നോക്ക്.
മുതലാളി ഗോവിന്ദൻകുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. എതുക്കാക ആ നാറി നമ്പൂരി ചെയ്ത ചതിയാ. ഇല്ലത്തുനാ പിടിച്ചോണ്ട് പോയ. ആ ലക്ഷ്മി ഉണ്ട് കൂടെ. ഓ പുറപ്പെടും. ഇത്തരം നാണം കെട്ട കോടതി വരെ എത്തിയ അവരത് അവിടെ ഇട്ട് ചെകയും. എറിഞ്ഞോനും ഏറ് കൊള്ളുന്നവനും ഒരുപോലെ മാറും. നമ്മൾ ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഇവരൊരു സ്ത്രീയല്ലേ, വെറുതെ ഇവരെ വലിച്ചഴക്കണോ ഈ വിഴുപ്പലക്കാൻ? നമുക്കിതോടെ വച്ച് അവസാനിപ്പിക്കാം. എന്താണോ? അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ സാറേ ഇത്? സാർ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ സാറിന്റെ ഭാര്യയോട് ഞാൻ കക്ഷി നിർത്തണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? അവരെ രണ്ടുപേരെയും പിടിച്ച് കുറച്ച് ദിവസം അകത്തിടണം, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഉദ്ദേശമില്ല. പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. ഒരേ സമയം ഒരുത്തന്റെ ഭാര്യയായിട്ടും മറ്റൊരുത്തന്റെ വെപ്പാട്ടിയായിട്ടും കഴിയുന്നത് ശരിയാണോ? അത് സാർ അവളോട് ചോദിക്കണം. ഇയാളെ പോലെ വൃത്തിയായിട്ട് ഒരുത്തന്റെ ഭാര്യ ആയിരിക്കുന്നതിനേക്കാൾ എത്ര ഭേദമാണ് ഗോവിന്ദൻകുട്ടിയുടെ വെപ്പാട്ടിയായിരിക്കുന്നത്. എന്തിന് നാട്ടുകാരുടെ മുൻപിൽ തെരുവേശ എപ്പോഴും ധരിക്കുന്ന പോലും. മനസ്സറിഞ്ഞ് ഞാൻ ശപിച്ചാൽ പൊഴുത്തു പോകും, നിങ്ങൾ പൊഴുത്തു പോകും. இன்ஸ்பெக்டர் சார், காலையில் வரைக்கும் பொறுத்துக்க கூடாதா? இவங்க என்ன கொலையா பண்ணிட்டாங்க? இந்த நடுராத்திரியில் இவங்க கிட்ட இவ்வளவு கடுமையா நடந்துக்கிடுமா? അല്ല, അത് അങ്ങനെയല്ല സാർ. കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, സെർച്ച് ചെയ്തപ്പോൾ എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വകുപ്പില്ല, സെക്ഷനും ഇല്ല. இருக்கட்டும், அதிகாரமெல்லாம் இருக்கட்டும், தப்பு இல்லை. ஒரு உதவி செய்றீங்களா? ஃபோன் பண்ணி உங்க எஸ்பியை கூப்பிடுங்க. அவர்கிட்ட சொல்லுங்க, அவருடைய ஃப்ரெண்டு சேலம் எஸ்பி இருக்கார்ல, அவங்க அப்பா பேசணும்னு சொல்லுங்க. ഇതിലിപ്പോ മുകളിൽ നിന്നുള്ള ഉത്തരവിന്റെ പ്രശ്നമൊന്നുമില്ല സാർ. റിട്ടേൺ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് സാർ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയാൽ മതി. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ஓகே சின்ன 5 மினிட்ஸ்ல வந்துடுறேன். அடே என்ன சார் நிக்கிறீங்க? இன்ஸ்பெக்டர், அவருக்கு ஒரு சேர் கொடுங்க சார், ரொம்ப பெரிய மனுஷன். ഒന്ന് സന്തോഷായിട്ടിരിക്കേ. നീ എവിടായിരുന്നു മോനെ ഇതുവരെ? ഇവരെല്ലാം നോക്കിയിരിക്കുകയായിരുന്നു. ഇവനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്.
ആഹാ, പുറത്തിരുന്നും തുടങ്ങിയോ? അവര് ഊണ് കഴിക്കുക. ഇനിയിപ്പോ വീടും പരിസരവും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങിയാൽ നീ ഒന്ന് അകത്ത് കയറിയിരിക്കേ. പറഞ്ഞ കൂട്ടാക്കില്ലാന്ന് തന്നെയല്ലേ? നന്ദിനി എവിടെ? കല്യാണം കഴിയണത് വരെ അവളെ മുറിക്ക് പുറത്ത് വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. നീ ആയിട്ട് നീ അവളുടെ മനസ്സ് തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല. വേണ്ട, നടക്കണ്ട. അവള് സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് 100 വട്ടം പറഞ്ഞാലേ സമ്മതിച്ചു നടത്തുള്ളൂ. ചേച്ചി, നിങ്ങൾ അവളുടെ വല്യമ്മയായിരിക്കും. നിങ്ങളെക്കാളും അവളുടെ അച്ഛനേക്കാളും കൂടുതൽ അവളുടെ ഇഷ്ടം എനിക്കറിയാം. ആ ഇഷ്ടമൊക്കെ ഞങ്ങൾ പറഞ്ഞു മാറ്റി. അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു. പാപമാണിത്, മഹാപാപം. എടാ അപ്പു, നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ. കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിനക്കത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റവൾക്കും അവളുടെ മോനും എഴുതി കൊടുത്തോ. എന്നിട്ട് അവിടെ പോയി പുറത്തോ. ഞങ്ങളുടെ ആരുടെയും വീട്ടുകാര്യത്തിൽ ഇടപെടാൻ വരണ്ട. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് വിളിച്ചു പറഞ്ഞില്ലേ അവളവന്റെ വെപ്പാട്ടിയാണെന്ന്? അതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത്? അല്ലെങ്കിൽ എല്ലാം അവന് പറയാമായിരുന്നല്ലോ. ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാന്ന് പോലെ വിചാരം ഉണ്ടെങ്കിൽ ഓർത്തോ, ഒരു ദിവസം തികച്ച് നീ അവനോട് വാഴില്ല. ത്യാഗൻ ആന്റണിയേക്കാൾ കേമന്മാരുണ്ട് ഇവിടെ. അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല. അവന്റെ ശവം വണ്ടിത്താഴത്ത് പൊങ്ങിയിട്ടേ പിന്നെ ഇവിടെ അടുപ്പിൽ തീ പുകയും. അവളെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കൂടി ഒരു വഴിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. കൂടുതൽ ആലോചിച്ചിരുന്ന അവള് വല്ല കടങ്കയും കാണിച്ചു കളയുമെന്ന എന്റെ പേടി. എവിടേക്കാ? ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അമ്മേ. അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ട. ഇതാ വരുന്നു. അപ്പോട്ടാ, ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ ഗൗരി? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഗോവിന്ദുട്ടിയുടെ അച്ഛനെ. നിനക്ക് വെറുതെ തോന്നിയതാവേ ഉള്ളൂ. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവണത് ഞാൻ കണ്ടു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. കുറെ നരച്ചു. മുഖത്തൊരു താടിയുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കോ? ഒരു വശത്ത് വരണമെന്നും ഒന്ന് കാണണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം ഒരിക്കലും വരില്ലെന്നും എന്റെ മകന്റെ കണ്ണിൽ പെടലെന്നും മനസ്സ് തേങ്ങി. അവനെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അപ്പോട്ടനറിയാലോ. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആയുസോടെ ഇരുന്ന് കണ്ടാ മതി. സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി ഇനി ആ ശിക്ഷ കൂടെ ഞാൻ അനുഭവിക്കണം. അപ്പോട്ടാ, വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ. അപ്പോട്ടൻ ചെന്നൊന്ന് കാണാമോ? കണ്ടിട്ട് ഗോവിന്ദുട്ടി തിരിച്ചറിയണതിന് മുൻപ് ഇവിടം വിട്ട് പോണോന്ന് പറയാമോ?
അതിനും ഞാൻ തന്നെ വേണം, ഇല്ലേ ഗൗരി? മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ. അപ്പോഴേക്കും അയാൾ നാട് വിട്ടു. പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി. നിന്നെയും കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് പറയാൻ അന്നും കണ്ടു കിട്ടിയില്ല. ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ദാ ഇവിടെ. ഞാൻ പറയാം അയാളോട്, ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്ന് ഞാൻ പറയാം. ആരത്? അപ്പുക്കുട്ടൻ നായർ, ഗോവിന്ദൻകുട്ടിയുടെ അമ്മാവൻ. அப்படியா? കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷ പറയാം. പണ്ട് താൻ ഈ നാട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് ഒളിച്ചോടി പോയില്ലേ ഗൗരി? തനിക്ക് മുമ്പേ അവളെ സ്നേഹിച്ച ഒരു പാവം മണ്ടൻ. അമ്മാവന്റെ ടെലഗ്രാം കിട്ടി ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് പാലം പണിക്ക് വന്ന ഒരു മറുനാടൻ കോൺട്രാക്ടറുമായിട്ട് എന്റെ ഗൗരി അടുപ്പത്തിലാണെന്ന്. പിന്നീട് അറിഞ്ഞു അവള് ഗർഭിണിയാണ്. ചതിച്ചവൻ നാട് വിട്ടെന്ന്. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയ്. இல்ல இல்ல பயமாட்டல. പിന്നെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ പ്രസവിച്ച മകൻ തന്തയാരാണെന്ന് ചൂണ്ടിക്കാണിക്കാനില്ലാതെ വളർന്നു. என்ன? எனக்கு ஒரு மகனா? நீங்க சொல்றதெல்லாம் உண்மையா? கடவுளே, நான் செய்த பாவ சிறுகதையா முடிஞ்சிரும் நினைச்சேன். இப்படி தொடர்கதையாக்கிட்டியே. கஷ்டப்பட்டுக்கிட்டதை குடும்பத்தை கரை சேர்க்கறதுக்காக தெரிஞ்சே தப்பு செய்ய வேண்டியதா போச்சு. நொடிச்சு போற வியாபாரத்திலிருந்து தப்பிக்க தற்கொலைக்கு முயற்சி பண்ண எங்க அப்பா சொன்னதெல்லாம் நான் கேட்க வேண்டியதா போச்சு. எனக்கு பிரியமான எல்லாத்தையும் நான் மறக்க வேண்டியதா போச்சு. கௌரிய கூட குடும்பம் நடுத்தருவில் நிக்காம இருக்கிறதுக்காகவும் பணத்துக்காகவும் என்ன நானே விற்க வேண்டியதா போச்சு. அப்பா சொன்ன பொண்ணுக்கு எடுத்த தாலி கட்டினேன். எல்லாத்தையும் மறக்க வேண்டிய சூழ்நிலை வந்துச்சு. இருந்தாலும் என் மனசுல ஒரு மூலையில கௌரி தீபமாவே இருந்தான். தூரத்துல இருந்தாவது அவளை பார்க்கணும்னு ஆசைப்பட்டேன். ஆனா குடும்ப சூழ்நிலை அவளை பார்க்கறதுக்கு இடம் கொடுக்கல. இப்ப எல்லாரும் நிம்மதியா இருக்கிறதுக்கு வழி பண்ணிட்டு குடும்ப பாரத்தை எல்லாம் இறக்கி வச்சுட்டு கௌரிய பார்க்கணுங்கிற ஒரே ஆசையினாலதான் மறுபடியும் நான் இந்த ஊருக்குள்ள வந்திருக்கேன். ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് നിങ്ങൾക്ക് വീണ്ടും വരാൻ തോന്നിയത്? നേരിട്ട് കണ്ടാൽ തന്തയുടെ നെഞ്ചത്ത് കുത്തിയിറക്കാൻ കത്തിയും നടക്കുകയാണ് അവൻ. ആ മകൻ അവൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? തോളത്ത് കൈയിട്ടോണ്ട് നടക്കുന്നില്ലേ ഒരുത്തനെ? ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി അവനത് അറിഞ്ഞിട്ടില്ല. അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. എതുക്ക്? അവളെ ഒരു വിധവയാക്കണോ? സ്വന്തം മകനെ ഒരു കൊലപാതകയാക്കണോ? കടവുളേ, നിങ്ങൾക്കറിയില്ല. പകയാ അവന്റെ മനസ്സില്, കനല അവന്റെ കണ്ണില്. തിരിച്ചറിവായ കാലം തൊട്ട് തന്തയില്ലാത്തവൻ, കണ്ടവന്റെ ആട്ടും തുപ്പുമേറ്റാവൻ വളർന്നത്. ആണായിട്ട് 4 പേരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനുള്ള അവസ്ഥ അവൻ ഇല്ലാതാക്കിയത് നിങ്ങൾ ഒരാളാ. നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഒരനാഥ ചെക്കനെ കിട്ടേണ്ട പരിഗണന പോലും അവന് കിട്ടിയില്ല. തന്തയില്ലാത്തവനല്ലേ. ഇപ്പോ അവസാനം അവൻ സ്നേഹിച്ച പെണ്ണ് പോലും അവന് നഷ്ടപ്പെടാൻ പോവുക. നിങ്ങൾ വരുത്തി വെച്ച പാപം ഞാൻ ஒண்ணு சொல்ல வேண்டாம். என்னால தாங்க முடியாது. போங்க, தயவு செஞ்சு போங்க.
രാത്രി പുഴയിലേക്ക് നോക്കി സാർ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ തോന്നിയിരുന്നു ഈ മനസ്സിൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ അത് ഇത്രയും വലിയ അങ്ങേര് പറഞ്ഞതാണ് ശരി. സാർ ഇവിടുന്ന് പോണം. ആരെയും പേടിപ്പിക്കാനല്ല ഗോവിന്ദൻകുട്ടി കത്തിയും കൊണ്ട് നടക്കുന്നുണ്ട്. സാറ് പോണം. இல்ல பப்பன், உண்மை தெரியும் போது அதை நேரடியா சந்திக்கிறதுக்கு துணி வேணும். பயந்து ஓடுது குழத்தனம். இன்னொரு முறை அந்த தப்ப நான் செய்யணுமா? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാനുള്ള വിവരം ദൈവം എനിക്ക് തന്നില്ല സാർ. ഒന്നറിയാം, സാറ് ഇനി ഇവിടെ നിൽക്കരുത്. தீர்ப்பை திருத்தி எழுதிடலாம். ஆனா நான் செய்த பாவத்தை திருத்தி எழுத முடியாது. அதுக்கு பரிகாரம் செய்தாதான் நான் நிம்மதியா கண்ண மூட முடியும். நான் சில விஷயத்தை முடிவு பண்ணியிருக்கேன். கோவிந்த குட்டியே, என் மகனா பார்த்ததுக்கு அப்புறம் தான் நான் இந்த இடத்தை விட்டு போறேன்.